ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിനിടയിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ഋഷഭ് പന്തിന് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഋഷഭ് പന്തിന്റെ പകരക്കാരനായി അഞ്ചാം ടെസ്റ്റ് ടീമിലേക്ക് ആര് വരിക എന്നുള്ളതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലെ പലതരത്തിലുള്ള ന്യൂസുകൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചില ന്യൂസുകൾ കാണപ്പെടുന്നു ഇഷാൻ കിഷൻ ഋഷഭ് പന്തിന്റെ പകരക്കാരനായി അഞ്ചാം ടെസ്റ്റ് ടീമിലേക്ക് ആടാവും എന്നുള്ള റിപ്പോർട്ടുകൾ ചില ന്യൂസുകൾ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഒരു വാർത്ത വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇഷാൻ കിഷൻ ടീമിലേക്ക് വരില്ല. താരത്തിന് ഓൾറെഡി ഇപ്പോൾ നിലവിൽ പരിക്കുണ്ട്. താരമാവട്ടെ താരത്തിന്റെ സ്കൂട്ടിയിൽ ജാർഖണ്ഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് താരത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ച് താരത്തിന്റെ കാലിന്റെ എല്ലിന് പൊട്ടലേറ്റിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ താരത്തിന് ഈ ഒരു പരമ്പരക്കുള്ള സ്ക്വാഡിൽ ഒരിക്കലും ആടാവാൻ കഴിയില്ല. ഈ പ്രചരിക്കുന്ന ന്യൂസ് എല്ലാം വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മറ്റൊരു റൂമർ സോഷ്യൽ മീഡിയയിൽ കാണപ്പെടുന്നുണ്ട്. സഞ്ജു സാംസൺ പകരക്കാരനായിട്ട് അഞ്ചാം ടെസ്റ്റ് ടീമിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് ആടാകും എന്നുള്ള ചില റൂമറുകളും കാണപ്പെടുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു വാർത്തയും വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സഞ്ജു സാംസണും സ്ക്വാഡിലേക്ക് വരില്ല. എന്നാൽ വളരെ വളരെ ടൈംസ് പോലത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഋഷഭ് പന്തിന്റെ പകരക്കാരനായി അഞ്ചാം ടെസ്റ്റ് ടീമിലേക്ക് ആടാവുക തമിഴ്നാടിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള നാരായണൻ ജഗദീശനായിരിക്കും. അഞ്ചാം ഇന്ത്യൻ സ്ക്വാഡിലേക്ക് പന്തിന്റെ പകരക്കാരനായിട്ട് അഞ്ചാം ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള അഞ്ചാം മത്സരത്തിൽ ആടാകാൻ പോകുന്നത് നാരായണൻ ജഗദീശനായിരിക്കും എന്നുള്ള റിപ്പോർട്ടാണ് കാണപ്പെടുന്നത്. ഏതായാലും ഇത് നടക്കാൻ ജഗദീശൻ ആടാവാൻ തന്നെയാണ് സാധ്യത കാണപ്പെടുന്നത്. ഏതായാലും ഋഷഭ് പന്തിനാവട്ടെ 6 ആഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്.